എനിക്ക് വിശക്കുന്നു. എനിക്ക് പിറോട്ടയും ബീഫും വേണം. എന്തൊരു കഷ്ടമാണ്. എനിക്ക് പിറോട്ടയും ബീഫും വേണം. ഈ കൊള്ള സംഗീതത്തിന്റെ നേതാവാണ് ബോസ്. ആന്നു. എന്നിട്ട് വിശക്കെടുത്ത് പറഞ്ഞ് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങാനായിട്ട് നാണാവില്ല ബോസ്. ഞാനിനി അവരോട് എന്ത് പറയും? ആരോടാണ് ബോസ്? അവന്മാരോട് എന്റെ വയറ്റിൽ കിടക്കുന്ന കുക്കാപ്പുഴുസിനോട്. സമാധാനപ്പെട്. കുഴിമന്തി കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഇപ്പം പോയിട്ടുണ്ട് ടോണിക്കുട്ടൻ. വിശന്ന് കണ്ണത്തിലേക്ക് ഇറങ്ങുമ്പോ നീ ജുഗൽബന്തി കേട്ട് സുഖിച്ചോടാ. ഇനി അതിന്റെ പൈസ ആര് കൊടുക്കും? എന്റെ ദൈവം ജുഗൽബന്തി അല്ല, പിന്നെ കുഴിമന്തി. കുഴിമന്തി വാങ്ങാൻ പോയിട്ടുണ്ടെന്ന്. ആര് പോയി? ടോണിക്കുട്ടൻ. അയ്യോ, ആ പെരുവയറിനാണോ വിട്ടത്? വന്നു കഴിഞ്ഞാൽ മേജർ പോർഷൻ ഞാൻ എടുക്കും. എത്ര വേണമെങ്കിലും കേട്ട് എനിക്കൊരു അത് ഞാൻ വിട്ടുതരില്ല. കൊണ്ടുവാ. കുഴിമന്തി വാങ്ങാൻ പോയിട്ട് ഒരു മൂട് കപ്പയായിട്ട് വന്നേക്കണം. എവിടാ കുഴിമന്തി? കുഴിമന്തി ആര് പറഞ്ഞു? ഞാൻ ഫോൺ ചെയ്തപ്പോ നീ പറഞ്ഞില്ലേ കുഴിമന്തി ഇക്കൊണ്ടിരിക്കുന്നത്? അത് കുഴിമന്തി എന്നല്ല പറഞ്ഞേ. ഈ കപ്പ എടുക്കാൻ വേണ്ടി കുഴി മാന്തുവാന്നാ പറഞ്ഞേ. ഇനി ഞാൻ അവന്മാരോട് എന്ത് സമാധാനം പറയൂടാ? ആരോട്? എന്റെ വയറ്റിൽ കിടക്കുന്ന കൊക്കാപ്പുഴുവിനോട്. അതെ ബോസ്, ഞാൻ കാര്യം പറയട്ടെ. കൊക്കോ പുഴുവിനോട് അനുനയത്തിൽ പറയുക, കിഴങ്ങ് പുഴുങ്ങി തരാം, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പറ്റില്ല, അവന്മാർ ദുർശല്യക്കാരാണ്. അവന്മാർ നോൺ വെജ് കഴിക്കൂ. നിങ്ങൾക്കറിയാമോ ഞാൻ ഇത്രയും നാളായിട്ട് ഒരു നോയമ്പ് പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? എന്റെ കുട്ടികൾ പട്ടിണിയാകും. അവർ നോൺ വെജേ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ്. ഇതാ പറഞ്ഞ കൊക്കോ പുഴുവിനെ വളർത്തുമ്പോഴേ അല്പം ഡയറ്റൊക്കെ കൊടുത്ത് വളർത്തണം. എന്നാലേ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് അനുഭവിക്കേണ്ടത്. ബോസേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഫുഡും വേണം, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയുമില്ല. കാശില്ല, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഓൺലൈനില് ഞാൻ ഈ ഫുഡ് ഡിക്കിയിലങ്ങട് ഓർഡർ ചെയ്താലോ? ഇടുക്കിയിൽ ഓർഡർ ചെയ്താൽ ഇടുക്കിക്കാർക്കല്ലേ കിട്ടും. നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിക്കി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അതിനകത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഇവിടെ വരും. ആ ഫുഡുമായിട്ട് വരുന്ന ആളെ നമുക്ക് ഇവിടെ തടവിൽ പാർപ്പിക്കാം. എന്നിട്ട് അവന്റെ ഫാമിലിയോട് നമുക്ക് മോചനദ്രവ്യം ആവശ്യപ്പെടാം. മോഹനം ദ്രവിച്ചാൽ എനിക്കെന്ത് ഗുണം? മോഹനം ദ്രവിക്കണമെന്ന് പിന്നെ നീ അല്ലേ പറഞ്ഞത് മോഹനം ദ്രവിക്കുന്നു? മോചനദ്രവ്യം, അതായത് ബന്ദിയാക്കി ആളെ വിടുന്നതിനുള്ള ഒരു തുക 2 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നു. അത് കൊള്ളാം, അത് കിടക്കാച്ച ഐഡിയ ആണ്. അപ്പൊ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടെ. എനിക്ക് 3 ബിരിയാണി വേണം. ദോശ ചമ്മന്തി അത് മതി. അവനത് മതി. അത് ഓക്കെ, ഞാനൊരു അൽഫാം പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തതേ ഉള്ളൂ, അതിനു മുമ്പ് ആൾക്കാർ എത്തിയല്ലോ. എവിടെ ഫുഡ്? അവിടെ വിശന്ന് കുടല് കരിഞ്ഞിരിക്കുകയായിരുന്നു. ബോസേ, ഇത് ഫുഡുമായിട്ട് വന്നതല്ല, പിന്നെ ഇതെന്റെ അനന്തരവനാണ്. അനന്തരവനാണ്? കണ്ടു കഴിഞ്ഞ ഏതോ പോറ്റി ഹോട്ടലിലെ മാനേജറാണെന്ന് തോന്നുന്നു. അതെ, ഇവൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു പണിയില്ലാതെ തേരാപ്പാര നടക്കാണ്. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കുന്നതല്ലേ നല്ലത്? അല്ല, അപ്പൊ ഇവന്റെ അച്ഛൻ ഇന്നലെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞേ. എന്ത് പറഞ്ഞു? അവനെ ഏതെങ്കിലും ഒരു നല്ല നിലയിൽ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഐശ്വര്യമായിട്ട് ഇന്ന് രാവിലെ നമ്മുടെ കൊള്ള സംഘത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോസ് ഇവന് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം. നീ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് ചന്ദ്രബോസ് ഗിരി? എന്താ ഇത്? ദക്ഷിണ. ദക്ഷിണ വാങ്ങാൻ ഞാൻ എന്താ ദക്ഷിണാമൂർത്തിയാണ്? ഇതൊന്നും നമ്മുടെ ഗുണ്ടാത്താവളത്തിന്റെ എത്തിക്സിലുള്ളതല്ല. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. എന്താ ഇത്? എന്താ കാണിക്കുന്നത്? എന്താ ഈ കാണിക്കുന്ന ഈ കുട്ടി? അല്ല, രാവിലെ അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിച്ചു. അവൻ കഴിച്ചു. നമുക്കത് ഒരു പാഴ്സൽ ഞങ്ങൾ കൂടെ കൊണ്ടു തന്നെ. നിന്റെ കൈയൊക്കെ തളർന്നു പോകാറുണ്ടോ? അല്ല, എന്തായാലും ചേരാൻ വരികയല്ലേ. എനിക്കും ഇവിടുത്തെ ഗുണ്ടാ സംഘത്തിന് നല്ലത് പറഞ്ഞതിന് വേണ്ടി നല്ലതായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ. എന്തോ ഇതിലൊന്നും കൊള്ളക്കാർക്ക് വിശ്വാസമില്ല. നീ നേരെ മറിച്ച് നീ അമ്പലത്തിൽ ഏതായാലും പോയില്ലേ? പോയപ്പോൾ അവിടുത്തെ കാണിക്ക് വഞ്ചി അടിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് മതിപ്പായനെ. ടീമിനെ ഒന്നും ഇവിടെ വേണ്ട. അല്ല, കുഴപ്പമില്ല, അവൻ നല്ല പയ്യനാണ്. അവൻ പാവാൻ തോന്നുന്നു ബോസ്. എന്താണ് നിന്റെ പേര്? ബ്രഹ്മാനന്ദായി കൊണ്ട് കളഞ്ഞില്ലേ? ബ്രഹ്മാനന്ദൻ എന്നൊക്കെ ഒരു കൊള്ളക്കാരനാരെങ്കിലും എന്തൊരു നാണക്കേടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ബ്രഹ്മാനന്ദൻ ഒരു ബാങ്ക് കവർച്ച നടത്തിയെന്ന് വിചാരിക്കാം. ഇത് ന്യൂസിൽ വന്നു, കുപ്രസിദ്ധനായ ബ്രഹ്മാനന്ദൻ ബാങ്ക് കൊള്ളയടിച്ചു. എന്തൊരു വൃത്തികേടാണ്. അത് കേൾക്കാൻ ഒരു സുഖമില്ല. ആദ്യം നിന്റെ പേര് മാറ്റണം. ഡെക്ലസ്. ബോസ്, നമ്മുടെ ഈ കെട്ടിടം ചോരുന്നുണ്ടെന്ന് തോന്നുന്നു ബോസ്. നീ അങ്ങനെ പറഞ്ഞു? 2 തുള്ളി മഴത്തുള്ളി വീണു. ബോസിന്റെ തുപ്പല് തീർച്ചതാ. ഡെക്ലസ് എന്ന് പറഞ്ഞപ്പോ തുപ്പല് തീർച്ചാണ്. മാറി നിൽക്കണ, ഒഴിവ് കണ്ടെത്തി നിൽക്കേ. ഇല്ലെങ്കിൽ നിന്റെ കണ്ണ് ചൂട് നടത്തി ഞാൻ വട്ട് കളിക്കും. ഇന്നു മുതൽ നീ ബ്രഹ്മാനന്ദനല്ല, ഡെക്ലസ്. ആരാ ഇങ്ങോട്ട് വരുന്നത്? സ്കൂളിൽ നിന്നാരോ വഴി തെറ്റി. നമ്മുടെ താവളത്തിന്റെ ലൊക്കേഷൻ ആരും മനസ്സിലാക്കിയിരിക്കുന്നു. ഞാനാ ബോസെ ഷെയർ ചെയ്തത്. മാറി കൂടെ നിന്നിട്ട് ഒറ്റ കൊടുക്കുന്നോടാ. ആരാടി നീ? ഞാൻ ഡെലിവറി ഗേള്. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം.
ഒരു സീരിയസ് പ്രശ്നമാണ്. ആ കുട്ടിക്ക് പ്രസവിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. ശ്രമിക്കാൻ ഇവിടെ അതിനെന്താ, നമുക്ക് ചോദിക്കുന്ന കാശ് കിട്ടും. ആ വീപ്പയുടെ മറവിൽ ഒരു തുണി വിരിച്ച് അവിടെ സംവിധാനം ചെയ്തു കൊടുക്കണം. അങ്ങോട്ട് പോകും, അവിടെയാണ് അതിന് സൗകര്യം. ഇവരൊരുക്കി തരും. ഡെലിവറി സുഖപ്രസവം അല്ലെങ്കിൽ പിച്ചാത്തി ഇരിപ്പുണ്ട്. ഞാൻ സിസേറിയൻ ചെയ്തു. ഡിക്കിന്ന് എന്റെ 3 ബിരിയാണി എന്റെയാണ്. 3 ബിരിയാണി എന്റെയാണ്. 3 ബിരിയാണി ഞാനാണ് ബോസ്, ഞാനാണ് ബോസ്, ഞാനാണ് ബോസ്. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ മാത്രം ശേഷം നിങ്ങൾ കഴിച്ചാൽ മതി കേട്ടാ. അല്ല ഇപ്പൊ ഇത് എന്താന്നാ നിങ്ങൾ പറഞ്ഞ ഇവിടെ? ഇത് സങ്കേതമാണ് മോളെ, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ ബോസ്. അവള് ചിരിക്കുന്നു. ഇതാണ് കൊള്ളസങ്കേതം. ഇതെന്താ കൊള്ളസങ്കേതം അല്ലേ? നോക്കൂ ആംബിയൻസ്. ഇവിടെ പരുന്നുണ്ടോ? പരുന്നില്ല. പരുന്നില്ല എന്തിന്? നാടൻ പാട്ടിന് പോന്ന അല്ലല്ല, ഈ പരുന്തൊക്കെ വേണം കൊള്ളസങ്കേതത്തില്. എന്തിന്? ഇവിടെ മുതലയുണ്ടോ? മുതലയോ? എനിക്ക് മുതല പേടിയാണ്. മുതലയില്ല. അപ്പൊ പിന്നെ ഇതില് പൈപ്പ് ഉണ്ടോ? മറ്റേ കടിക്കുന്ന പുക പോകുന്ന പൈപ്പ്? പൈപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ അതിനകത്ത് ആരും കടിക്കാറില്ല. നിങ്ങൾ കടിക്കോ നിങ്ങളുടെ പൈപ്പിലൊക്കെ? ഈ കത്ത് കടയും ചെയ്യുന്ന ബൾബ് ഉണ്ടോ? അല്ല, അത് നമ്മൾ അതൊന്നും ഇവിടെ ഇല്ല. അയ്യേ, എന്താണ് കൊള്ളസങ്കേതം? നിങ്ങൾ സിനിമയൊന്നും കാണത്തില്ലേ? സിനിമയൊക്കെ കാണണം. എന്തോ ഒരു അടിപൊളിയെന്നിട്ട് ചുമന്ന ലൈറ്റൊക്കെ വന്നിട്ട് കൊള്ളസങ്കേതം മറ്റേ കൊള്ളക്കാരൻ ഇങ്ങോട്ട് വന്ന് ബോഹോ അങ്ങനെയൊക്കെ വന്ന് എന്ത് രസമെന്നറിയാ. അത് സിനിമയിലെ കൊള്ളക്കാർക്ക് ലൊക്കേഷനിലെ ഫുഡ് ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെയല്ല ജീവിതത്തിലെ കൊള്ളക്കാര്. എപ്പോഴും പട്ടിണിയാണ് കുട്ടി, പട്ടിണിയാണ്. എന്നാലും ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരു ഒരെണ്ണം കണ്ണെഴുതാൻ. ഇത് ഐബ്രയല്ല, ഇത് വെടിയുണ്ടയാണ്. ഞാൻ വിചാരിച്ച പോലുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. പൈസ ഞാനങ്ങ് പോട്ടെ. ഏത് പൈസ? ഫുഡിന്റെ പൈസ. തോക്കില്ലാത്തവരാണ് വിചാരിക്കരുത്. തോക്കില്ലാത്ത നിനക്ക് അറിവില്ലെങ്കിൽ നീ അറിഞ്ഞോ, നിന്നെ ഞങ്ങൾ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. മോചനദ്രവ്യം കിട്ടാതെ നിന്നെ ഇവിടെ നിന്ന് വിടില്ല. ഓർഡർ ചെയ്ത സമയത്ത് പറയാൻ വേണോ സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ? അല്ലാതെ ഇപ്പൊ മോചനദ്രവ്യം തരണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പോയത് മേടിച്ചോണ്ട് വരണ്ടായോ? ഓർഡർ ചെയ്തപ്പോ നീ അത് ഓർത്ത് പറയണമായിരുന്നു. എന്ത് ഇപ്പൊ പറഞ്ഞതാ സാധനം? മോചനദ്രവ്യോ? ഇപ്പോഴത്തെ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവരുന്ന ഞാനീ പറഞ്ഞത്. കാശ് കൊണ്ടുവരാൻ നിന്നെ ഇവിടെ തന്നെ പറഞ്ഞത്. നിന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേട്ടോ അവളെ? അയ്യോ, എന്നെ കെട്ടരുത്, എന്നെ കെട്ടരുത്, എന്നെ കെട്ടല്ലേ. ഞാൻ കെട്ട് 2 പിള്ളേരുള്ളതാ. പിടിക്കല്ലേ. അങ്ങനല്ല, അവിടെ കൈ പുറകോട്ട് കെട്ടണല്ലോ. അയ്യോ, മോചനദ്രവ്യം കിട്ടാതെ ഇനി നിന്നെ ഇവിടുന്ന് സ്വതന്ത്രനാക്കുന്ന പരിപാടിയില്ല. വേഗം നിന്റെ വീട്ടിലോട്ട് വിളിച്ചോറാ. 2 ലക്ഷം രൂപയായിട്ട് താൻ. എന്നാലും തന്നെ ഇവിടുന്ന് ഞങ്ങൾ മോചിപ്പിക്കുള്ളൂ. അത് എനിക്കിപ്പോ വിളിച്ചു പറയണെങ്കിൽ എന്നെ ഫോൺ എടുക്കണ്ടേ? ഞങ്ങൾ വീട്ടിലൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അവരോട് പറയാ. ഹലോ, ഞാൻ ഇവിടെ പെട്ട് കിടക്കുവാ. ആരെങ്കിലും പെട്ടെന്നൊന്ന് വരണേ. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ, താങ്ക് യു. കൈ തരാം, ഫോണൊന്ന് വെച്ചോട്ടെ. കൈ ഇപ്പൊ തരാം. ചേട്ടാ, ചേട്ടനെ കണ്ടിട്ട് ഇച്ചിരി അയവും ദൈവവും ഒക്കെ ആണോ? പക്ഷെ കണ്ടാ തോന്നില്ല കേട്ടോ, ഭയങ്കര സുന്ദർ. ചേട്ടാ, ആ ബോസിന്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി പറയട്ടോ. ഒരു രക്ഷയില്ല, പറയട്ടോ. അതെ, ഞാൻ വിചാരിച്ചാലൊന്നും നടക്കൂല. ബോസ് തന്നെ വിചാരിക്കണം. നീ ഒരു കാര്യം ചെയ്യ്. ബോസിന് ഇത്തിരി ക്യാമറയുടെ ഒക്കെ അസ്ഥിതയുള്ള ആളാണ്. ബോസിന്റെ മുമ്പിൽ വല്ല ഡാൻസ് ഒക്കെ കളിച്ച് ബോസിന് ഇഷ്ടമായി കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ രക്ഷപ്പെടാം. എന്റെ ഇൻസ്റ്റാഗ്രാംസിൽ റീൽസ് കണ്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണാറില്ല. ഞാൻ ഭയങ്കര വൈറലാ. നിനക്ക് അറിയാവുന്ന ബോസിനെ കാണിച്ചു കൊടുക്ക്. ചേട്ടൊരു പാട്ടിടാവോ? ഏത് പാട്ടാ? ശരിക്കും പുള്ളി ഒന്ന് അയഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച്. അപ്പൊ എന്നെ വിടുവായിരിക്കും. ചോദിച്ചു നോക്കാം. ബോസ് വിളിക്കുന്നു. പിടിച്ച് കെട്ടണ. അയ്യോ, ഞാൻ ഡാൻസ് പേക്കൂത്ത് കളിക്കുന്നു. അഞ്ജലി, മോളെ. മാമാ, അഞ്ജലി, മാമാ, എന്താ പറ്റിയത്? മാമാ, നീ എവിടെ പെറ്റി കിടക്കുന്ന പറയും? കുഞ്ഞെവിടെ? കുഞ്ഞെവിടെ? നീ പെറ്റി കിടക്കുന്ന വിളിച്ചു പറഞ്ഞില്ല മോളെ. കുഞ്ഞെവിടെ? കുഞ്ഞിനെ കണ്ടേ? കുഞ്ഞെവിടെ? ഡെലിവറി എന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്, പക്ഷെ പെറ്റില്ല. എന്റെ അടുത്ത് പറഞ്ഞു പെറ്റി കിടക്കുന്നത്. നീ പറഞ്ഞു മാമാ, ഞാൻ പെട്ടി കിടക്കുന്നല്ലേ പറഞ്ഞത്. എന്താണ്? ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടത്? അതെ, ഇതൊരു കൊള്ള സംഗീതമാണ്. ഞങ്ങളുടെ ബോസ് ആണ് ഇത്. ഈ കുട്ടി ഇവിടെ ഫുഡുമായിട്ട് വന്നതാണ്. 2 ലക്ഷം രൂപ കൊടുക്കാതെ ഈ കുട്ടിനെ ഇവിടെ നിന്ന് മോചിപ്പിക്കുന്ന പ്രശ്നമില്ല. 2 ലക്ഷം രൂപ എടുത്തിട്ട് പോ. 2 ലക്ഷം രൂപയ്ക്ക് എവിടെ ചെല്ലാൻ ഞങ്ങൾ ആ പാടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. 2 ലക്ഷം രൂപ വേണമെങ്കിൽ അത് ആദ്യമേ പറയണ്ടേ? ഒരു കാര്യവും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇവളെ ഇവിടെ നിന്ന് വിട്ടു തരണമെങ്കിൽ ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടണം. ഇനി നിങ്ങൾ ഞങ്ങളോട് കളിക്കുവാണെങ്കിൽ ഒന്നും നോക്കത്തില്ല, ഞങ്ങൾ പോലീസിനെ അറിയിക്കും. പോലീസിനെ അറിയിക്കും. തോണിക്കുട്ടാ, വേഗം നമ്മുടെ ടൂൾസ് ഒക്കെ അടുപ്പിക്കേ. ജീവനോടെ രണ്ടും പുറത്തു പോകില്ല. അവർക്ക് ലൊക്കേഷൻ കൊടുത്തില്ലേ? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ തന്നാൽ 2 ലക്ഷം രൂപ കൊണ്ടുവരും. നിങ്ങളുടെ കുട്ടിയെ ജീവനോടെ കൊണ്ടുപോകാം. ചിറ്റപ്പൻ വരുന്നത്. ചിറ്റപ്പൻ വരുന്നത്. അയ്യോ, അനീഷ് എല്ലാവരും ഉണ്ടല്ലോ. വാ, വാ, വാ. എടാ, 2 ലക്ഷം രൂപ എടുത്ത് കൊടുക്കണം. എടാ, നമ്മുടെ കൊച്ചിനെ ഇറക്കി കൊണ്ട് പോകണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 2 ലക്ഷം രൂപ ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ട് കൂടിയില്ല. പിന്നെ എങ്ങനെ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ജീവനോട് വേണോ എങ്കിൽ 2 ലക്ഷം രൂപ എന്നെ തിട്ടപ്പെടുത്തി ഇവിടെ തരണം. 10,000 രൂപയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ 2 ലക്ഷം രൂപ എവിടുന്ന് കൊടുക്കാറുണ്ട്? ഒരു മിനിറ്റ്. അതെ, ഒരു 10 രൂപ വെച്ച് ഇടാൻ പറ്റാ. 1 ലക്ഷം രൂപ കിട്ടിയാലും മതി. ഒരു 10 പേരില്ലേ? ശരി, നിങ്ങൾക്കൊരു ചെറിയ ഇളവ് തന്നിരിക്കുന്നു. 2 ലക്ഷം എന്നുള്ളത് 1 ലക്ഷത്തിലേക്ക് ഞാൻ ചുരുക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങൾ അല്പം ബുദ്ധി ഉപയോഗിക്കൂ അമ്മാവാ. 1 ലക്ഷം രൂപ ഒരാൾ ഒറ്റയ്ക്ക് മുടക്കണ്ട. നിങ്ങൾ 10 പേരില്ലേ? ഒരു 10,000 രൂപ വെച്ചിട്ടാൽ 1 ലക്ഷമായില്ലേ? സിമ്പിൾ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ 10,000 രൂപ നിങ്ങൾക്ക് തരുന്നേ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ? അതെ, ഞങ്ങളിപ്പോ 10 പേരും, നിങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 2 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. അതങ്ങനെ ശരിയാവും. ഞങ്ങളല്ലേ കൊള്ളക്കാര്, നിങ്ങൾ വെറും സാധാരണക്കാര്. സാധാരണക്കാരാണെങ്കിലും ആള് കൂടുതൽ ഞങ്ങളാ. അവസാനം ഈ നേരത്തെങ്കിലും കൊക്കപ്പുഴനോട് കഴിച്ചു നിർത്താൻ പറ. ഇത് കൊക്കപ്പുഴുവല്ലടാ, ഞാനാ. നമ്മള് പെട്ടു.